അതെ, മഴക്കാലമൊക്കെ അല്ലേ ഇപ്പോൾ. അപ്പോൾ നമ്മൾ റോഡിലൊക്കെ കുറേ വെള്ളം ഈ പാടത്തിൻ്റെ അപ്പുറം ഇപ്പുറം പാടുള്ള റോഡ് സൈഡിലും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി താഴ്ന്ന ഭാഗത്തുള്ള റോഡിൻ്റെ സൈഡിലൊക്കെ വെള്ളം നല്ല രീതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടിയിലോ 2 വീലറിനോ 4 വീലറിനോ യാത്ര ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ആളുകൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ച് നിൽക്കുക. 1 മിനിറ്റോ 2 മിനിറ്റോ മാക്സിമം ഒരു 5 മിനിറ്റോ ക്ഷമിച്ചാൽ മതിയോ. എത്ര തിരക്കുണ്ടെങ്കിലും അവർ പോയതിന് ശേഷം നമ്മൾ വണ്ടി എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വണ്ടി 4 വീലറിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവരുടെ കാറൊന്നും തെറിച്ചിട്ടുള്ള വെള്ളം ഈ 2 വീലറിൽ പോണവരുടെ മേലൊക്കെ തെറിച്ചിട്ട്, അതുപോലെ തന്നെ 2 വീലറിൽ പോണവർ പിന്നെ ചീറിപ്പായുന്ന രീതിയിലാണ് പോണത് ചിലവർ കേട്ടോ, എല്ലാവരും അല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇപ്പം ഒരു 3-4 പ്രാവശ്യം നമ്മൾ ജോലിക്കൊക്കെ പോണതല്ലേ, നമ്മളുടെ മേത്തേക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അടിച്ച് കയറിയിട്ട്, അതും പൊട്ട മണമുള്ള വെള്ളം. ഞങ്ങളുടെ ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്ത് കൂടെ പോകാൻ പറ്റണില്ല, അത്രയും ബാഡ് സ്മെല്ലായിട്ടുള്ള വെള്ളമൊക്കെയാണ്. അത് ഫുള്ള് ഈ ജോലിക്ക് പോകണം നമ്മളുടെ മേലൊക്കെ തെറിക്കുമ്പോൾ അത്ര വലിയ സുഖമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഓപ്പോസിറ്റ് ഉള്ളവർ തിരിച്ചിങ്ങോട്ട് എത്തുമ്പോൾ ഇങ്ങനെ ഒരു മുഖത്ത് നിങ്ങളുടെ നോക്കിയിരിക്കും. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ്. നിങ്ങളങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളതൊരു അന്ന് ചെയ്യുന്നൊരു പുണ്യപ്രവർത്തിയിൽപ്പെട്ട ഒന്നാണ്. അപ്പം നമുക്കൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു നന്മ മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഒരാൾ പോയതിന് ശേഷം മാത്രം നിങ്ങളൊന്ന് കടക്കാം. ഓക്കെ, താങ്ക് യു.